ചില സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ സ്ഥലം മുന്നേ എപ്പോഴോ നമ്മൾ കണ്ടതുപോലെ നമ്മൾക്ക് തോന്നും. അത്തരം അനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായി കാണും. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലങ്ങൾ ചിലപ്പോൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത്തരത്തിൽ മുന്നേ ഉണ്ടായ ഒരു അനുഭവമായിരുന്നു മേഘമലയിൽ. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ സ്ഥലവും എന്നോടൊരു കഥ പറഞ്ഞു. എല്ലാവരും ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 12 വർഷം മുന്നേ ഞാൻ ഈ സ്ഥലത്തെത്തി. അന്ന് പറയാൻ ബാക്കി വെച്ച ആ കഥ ഈ സ്ഥലം എന്നോട് പറഞ്ഞു. പിന്നെ ഈ പറയുന്ന വർഷങ്ങൾ ഇത്രയും ഞാൻ ആ കഥയ്ക്ക് പിന്നിലായിരുന്നു. ആ കഥയുടെ രഹസ്യം തേടി, ആ കഥയിലെ കഥാപാത്രങ്ങളെ തേടി, ആ കഥ നടന്ന ലൊക്കേഷൻ തേടി. നമുക്ക് കഥയിലേക്ക് വരാം. ഒരു ഡിസംബർ 13 രാവിലെ നമ്മുടെ മുംബൈയിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈ ചെയ്യേണ്ട ഡെക്കോട്ട ഫ്ലൈറ്റ്, എയർ ഇന്ത്യയുടെ അന്നത്തെ ഫ്ലൈറ്റാണ് ഡെക്കോട്ട ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഡഗ്ലസ് 3C47 എന്ന് പറയുന്ന ഫ്ലൈറ്റ് രാവിലെ മുംബൈയിൽ നിന്നും ഫ്ലൈ ചെയ്ത് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. സോ മുംബൈയിൽ നിന്നും കറക്റ്റ് ടൈമിന് തന്നെ ടേക്ക് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് മദ്രാസ് എത്തി. മദ്രാസിൽ നിന്ന് നേരെ ബാംഗ്ലൂർ എത്തി. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ലാസ്റ്റ് 9:20 അത് ടേക്ക് ഓഫ് ചെയ്തു ആ ഫ്ലൈറ്റ്. പക്ഷേ ബാംഗ്ലൂർ എയർപോർട്ടിൽ ആ സമയത്ത് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായി. അതെന്താണെന്നുള്ളത് നമ്മൾക്കൊന്ന് കേൾക്കാം. എൻ്റെ ഏറ്റവും ഇളയ സിസ്റ്ററിനെ പ്രസവിച്ചതിൻ്റെ 3ാമത്തെ ദിവസമായിരുന്നു. കൊല്ലത്തുനിന്ന് ടെലിഗ്രാം വന്നു. അതനുസരിച്ച് പെട്ടെന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഞങ്ങൾ സാഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഷിമോഗ. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബ്രാഹ്മിൻ ഫാമിലി ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ആ ബ്രാഹ്മിൻ സ്ത്രീ എൻ്റെ മദറിനോട് പറഞ്ഞു, അടുത്ത 3 ദിവസത്തേക്ക് വീട്ടിന് പുറത്ത് പോകരുതെന്ന് പറഞ്ഞു. അന്ന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. വേഗം വരാമെന്നും പറഞ്ഞ് പോയി. ബാംഗ്ലൂരിലെ എൻ്റെ ഫാദറിൻ്റെ എൻ്റെ ഉപ്പാപ്പൻ താമസിക്കുന്നു. അവിടെ ചെന്നിട്ട് ഉപ്പാപ്പൻ വീട്ടിലില്ലാഞ്ഞുകൊണ്ട് ഇന്നിനിയും പോകുന്നില്ല, നാളെ പോകാം എന്നും പറഞ്ഞ് അവിടെ വിശ്രമിക്കുമ്പോഴാണ് എൻ്റെ ഉപ്പാപ്പൻ പെട്ടെന്ന് കാറേൽ അവിടെ വന്നു. പിന്നെ നമുക്കൊന്ന് പോയി ശ്രമിച്ച് നോക്കാമെന്നും പറഞ്ഞ് 2 പേരും കൂടെ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ ചെന്നപ്പം അന്നത്തെ ഡെക്കോട്ട പ്ലെയിനിൻ്റെ ഡോർ അടച്ചിട്ട് ലാഡർ, മനുഷ്യർ തള്ളി നീക്കുന്ന ലാഡർ, അതുപോലും മാറ്റിയായിരുന്നു. പക്ഷേ ഇവർ എയർപോർട്ട് മാനേജരുമായിട്ടൊക്കെ പരിചയമുള്ളത് കൊണ്ടും എയർപോർട്ട് മാനേജർ പറഞ്ഞു ഒരാൾ മാത്രം വന്നിട്ടില്ല, അത്യാവശ്യമാണെങ്കിൽ ആ സൈറ്റിൽ പോകാം എന്നും പറഞ്ഞ് ലാഡർ പിന്നെ തെള്ളി വെച്ച് ഡോറ് തുറന്ന് അങ്ങനെ കയറി വേഗം വരാമെന്നും പറഞ്ഞ് പോയി. നെക്സ്റ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ 10:24 ആണ് എൻ്റെ ഷെഡ്യൂൾ ടൈം എന്ന് പറയുന്നത്. സോ അതിനായിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോയമ്പത്തൂർ അതോറിറ്റിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 10:12 വരെ ഈ ഫ്ലൈറ്റ് റഡാറിലുണ്ടായിരുന്നു. പെട്ടെന്ന് 10:12 കഴിഞ്ഞോടുകൂടി ഈ ഫ്ലൈറ്റ് റഡാറിന് അപ്രത്യക്ഷമായി. ഈ ഫ്ലൈറ്റിനെ കുറിച്ചിട്ട് യാതൊരു വിവരവുമില്ല. അങ്ങനെ 10:40 കോയമ്പത്തൂർ എയർപോർട്ട് അതോറിറ്റി അനൗൺസ് ചെയ്യുന്നു, ദ ഫ്ലൈറ്റ് വാസ് മിസ്സിംഗ്. എവിടെ പോയി ഈ ഫ്ലൈറ്റ്? എന്താണ് ഈ ഫ്ലൈറ്റിന് സംഭവിച്ചത്? ആ ഫ്ലൈറ്റിൽ അന്ന് ഏറ്റവും കൂടുതൽ VIPs ഉണ്ടായിരുന്നൊരു ഫ്ലൈറ്റാണ്. ആ പ്ലെയിനിൽ ഒരുപാട് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടിയിട്ട് അന്നത്തെ രാജാവ് ക്ഷണിച്ചു വരുത്തിയ കുറേ പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന C. കേശവൻ്റെ മകനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തതാണോ, ഇനി ക്രാഷ് ആയതാണോ, ഇനി അതും അല്ലെങ്കിൽ വേറെ എന്താണ് ഈ ഫ്ലൈറ്റിന് സംഭവിച്ചത്? അതുപോലെ തന്നെ ആ ഫ്ലൈറ്റ് എവിടെ വെച്ച് മിസ്സായി? ഇതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമ്മളെ കഥയിലെ ഈ ഫ്ലൈറ്റ് മിസ്സായത്, കാണാതായതെന്ന് പറയുന്നത് നീലഗിരി മലനിരകൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നീലഗിരി മലനിരകളിലുള്ള കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കോത്തഗിരിയിൽ നിന്നും കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ ഇലട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കുഞ്ഞു ഹോട്ടലുണ്ട് കേട്ടോ. ഇവിടെ നല്ല പൂ പോലത്തെ ഇഡലി കിട്ടും. അതോടൊപ്പം തന്നെ ആ ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കുകയും ചെയ്യാം. എൻ്റെ പേര് പ്രഭാകരൻ. ഈലാട ചായക്കടയാണ്. നാട്ടിൽ പാലക്കാട്, പത്തിരിപ്പാലം, മണ്ണൂർ പറയും. ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ വന്ന ഒരു വിമാനം, ചെറുതായിട്ടുള്ള വിമാനം വീണെന്നാണ് പറയുന്നത്. വഴിയുണ്ട്, പക്ഷേ ഫോറസ്റ്റിൻ്റെ തന്നെ പറഞ്ഞില്ല, പെർമിഷൻ വാങ്ങിക്കണം. അവിടെ പോകാനുള്ള റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ കാട് ഭയങ്കര കാടാണ്, മൃഗങ്ങളൊക്കെ ജാസ്തി ഉള്ളതുകൊണ്ട് അവിടെ പോകാൻ ഭയങ്കര ഇതാണ്. ഒരു ഫ്ലൈറ്റ് മിസ്സാകുമ്പോൾ നമ്മൾ യൂഷ്വലി ആദ്യം ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈയിലും ബാംഗ്ലൂരും ട്രിവാൻഡ്രത്തും എയർപോർട്ടിൽ ഇതിനെക്കുറിച്ച് അറിയിക്കുകയും അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇത് സെർച്ചിങ്ങിനായിട്ട് പുറപ്പെടുകയും ചെയ്തു കേട്ടോ. അതായത് ഇത് നീലഗിരി മലനിരകളിൽ എവിടെയോ വെച്ചിട്ടാണ് ഇതിനെ കാണാതായത്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നൊക്കെ ഫ്ലൈറ്റ് പുറപ്പെട്ടു.
അന്നത്തെ ഈ സെർച്ചിങ്ങിന് നേതൃത്വം നൽകിയിരുന്നതെന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മുൻഷി ആയിരുന്നു കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സെർച്ചിങ് അവർക്ക് അധിക നേരം തുടരാൻ സാധിച്ചില്ല. കാരണം ബാഡ് വെതർ, അതായത് അന്ന് വളരെ ശക്തമായിട്ടുള്ള മഴയും ഒപ്പം തന്നെ നല്ല കോടമഞ്ഞുമായിരുന്നു നീലഗിരി മലനിരകളിൽ. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റിന് വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. ഉച്ചയോടുകൂടി തന്നെ ഈ സെർച്ചിങ്ങിന് പോയിരുന്ന ഫ്ലൈറ്റുകളെല്ലാം തന്നെ സെർച്ചിങ് അവസാനിപ്പിച്ച് മടങ്ങുകയാണ് ഉണ്ടായത് കേട്ടോ. ഫ്ലൈറ്റ് ഇനി എന്തായാലും പറക്കാൻ പറ്റത്തില്ല, അത്രയും ബേർഡ് വെതറാണ്. സോ അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് മേജർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് ലെവൽ സെർച്ചിങ് തുടരാമെന്ന് വിചാരിച്ചു. വെളിച്ചത്തിൻ്റെ കുറവും ഒപ്പം തന്നെ ആന, പുലി, കാട്ടുപോത്ത്, കരടി തുടങ്ങിയ വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസും അവരുടെ സെർച്ചിന് തടസ്സമായി മാറി. 6 മണി കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് താൽക്കാലികമായി ആ സെർച്ച് നിർത്തിവെക്കാനായിട്ട് അവർ നിർബന്ധിതരായി. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് റൂമേഴ്സൊക്കെ കേൾക്കാൻ തുടങ്ങി. അതിൽ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ BR ഹിൽസിലെ, അതായത് ചാമരായ നഗറിനടുത്തുള്ള BR ഹിൽസിൻ്റെ അകത്ത് കേഗുടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ജനമായ കാടാണെന്ന് പറയാം. അപ്പോൾ അന്ന് അവിടെ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മൈസൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അതായത് ഇങ്ങനെ BR ഹിൽസിനകത്ത് കേഗുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ഒരു സംഘം നേരെ BR ഹിൽസിലേക്ക് പുറപ്പെട്ടു. കന്നഡയിൽ ബിലി എന്ന് വെച്ചാൽ വെളുപ്പെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വെളുത്ത പാറകൾ ഒരുപാട് കാണുന്നതുകൊണ്ടാണ് ബിലിഗിരി രംഗനാഥ ഹിൽസ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിനോട് ചേർന്നിട്ടാണ് ഈ ബിൽഗിരി രംഗനാഥ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഇത് വീരപ്പൻ്റെ ഒരു കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾക്ക് പോകേണ്ടതെന്ന് പറയുന്നത് BR ഹിൽസിനടുത്തുള്ള കേഗുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. BR ഹിൽസിൽ നിന്നും കാടിനുള്ളിലൂടെ ഏകദേശം 14 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം നമ്മുടെ കേഗുടിയിൽ എത്തിച്ചേരാൻ. ബിൽഗിരി രംഗനാഥ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കുള്ള കേഗുടി എന്ന് പറയുന്ന ഒരു ജംഗിളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു കാടിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഫോറസ്റ്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും കുറേ പേർക്ക് അറിയാമായിരിക്കും. കാരണം കേഗുടിയിൽ ഒരുപാട് സ്റ്റേ ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ട്രെക്കിംഗ് പാക്കേജസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് പോലും ഇന്നത്തെ തലമുറയിൽ ആർക്കും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ സെയിം ചാമരായ നഗറിൻ്റെ അടുത്ത് തന്നെ കൊല്ലേകൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗാർഡ് ഇതേ കണക്ക് മെൻഷൻ ചെയ്തു. അതായത് അവിടെ എന്തോ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു വലിയ സൗണ്ട് കേട്ടു എന്നും പറഞ്ഞ് അവിടുത്തെ ഒരു ഗാർഡ് ഇൻഫോം ചെയ്തു കേട്ടോ. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് അടുത്ത സംഘം എന്ത് ചെയ്തു, നേരെ കൊല്ലേകലിലേക്ക് പുറപ്പെട്ടു. BR ഹിൽസിലേക്കും കൊല്ലേകൽസിലേക്കും ഓരോ ടീം വെച്ച് പോയത് നമ്മൾ പറഞ്ഞല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആസ് യൂഷ്വൽ പതിവുപോലെ തന്നെ നീലഗിരി മലനിരകളിലേക്ക് സെർച്ച് ചെയ്യാനായിട്ട് 6 ജീപ്പും 3 ലോറിയും നിറയെ പട്ടാളക്കാരും പോലീസുകാരും എല്ലാം ചേർന്നിട്ട് തിരച്ചിലിനായിട്ട് വീണ്ടും പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അന്നും ഈ രാവിലെ തൊട്ട് നമ്മൾ BR ഹിൽസിലും കൊല്ലേകലിലും അതുപോലെ തന്നെ നീലഗിരി മലനിരകളിലും എല്ലാം സെർച്ചിങ് നടത്തിയിട്ടും ഈ ഫ്ലൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവും കിട്ടിയില്ല എന്നുള്ളതാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ സെർച്ചിങ് വീണ്ടും അവസാനിപ്പിച്ചു. തേർഡ് ഡേ 1950 December 15. മൂന്നാമത്തെ ദിവസം നമ്മുടെ നാടാകെ കൺ തുറന്ന് കാണുന്നതെന്ന് പറയുന്നത് ഹിന്ദു പേപ്പറിലെ ഒരു വലിയ ക്യാപ്ഷനോട് കൂടിയിട്ടായിരുന്നു കേട്ടോ. ആ ക്യാപ്ഷൻ ഇതായിരുന്നു, ദ ലോൺ സെൻറ്റിനൽസ് ഓഫ് ദീസ് ഇംപെനിട്രബിൾ ഫോറസ്റ്റ്. അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാപ്ഷൻ കണ്ടുകൊണ്ടാണ് നമ്മുടെ നാടാകെ ഉണർന്നതെന്ന് പറയാം. അപ്പോൾ അതുപോലെ അന്നും നമ്മുടെ ഈ സെർച്ചിങ് രാവിലെ തന്നെ ആരംഭിച്ചു കേട്ടോ. അന്നത്തെ സെർച്ചിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റും അതുപോലെ തന്നെ ഓസ്റ്ററിൻ്റെ എയർക്രാഫ്റ്റും കൂടെ ചേർന്നിട്ടാണ്. ആ ഓസ്റ്റർ എയർക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ചെറിയ ഫ്ലൈറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഇതിന് ഫ്ലൈ ചെയ്യാൻ പറ്റും. സോ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. പതിവുപോലെ സെർച്ചിങ് രാവിലെ തൊട്ട് തുടങ്ങി വൈകുന്നേരം വരെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പതിവുപോലെ ആ ദിവസവും കടന്നുപോയി. കാരണം യാതൊരു അറിവുമില്ല ഈ ഫ്ലൈറ്റ് എവിടെ പോയെന്നോ, ഈ ഫ്ലൈറ്റ് ഇനി ക്രാഷ് ആയതാണോ, ഒന്നിനെക്കുറിച്ചിട്ടും ഒരറിവും അന്നും രാത്രിയായിട്ട് കിട്ടിയില്ലെന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസവും അവസാനിച്ചു. December 15 അവസാനിച്ചു.
4th ഡേ, 4ാമത്തെ ദിവസം. കഴിഞ്ഞ 3 ദിവസങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഫ്ലൈറ്റിനെ കുറിച്ചോ യാത്രക്കാരെക്കുറിച്ചോ യാതൊരു വിവരവും ലഭിക്കാത്തത് അന്വേഷണ സംഘത്തെ ആകെ ആശങ്കയിലാക്കിയിരുന്നു. ഗവൺമെന്റിൽ നിന്നും അധികാരികളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വളരെയേറെ സമ്മർദ്ദമുണ്ടായി. കാരണം അന്ന് ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത് VVIPകളായിരുന്നു, അതും കൂടുതൽ അന്യരാജ്യങ്ങളിൽ നിന്നും വന്നവർ. അത് കേരള യൂണിവേഴ്സിറ്റി തുടങ്ങിയത് തിരുവിതാംകൂർ മഹാരാജാവ്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഫോറിൻ ലെക്ചേഴ്സിനെയും പ്രൊഫസേഴ്സിനെയും ഒക്കെ സയൻറ്റിസ്റ്റിനെയും ഒക്കെ കൊണ്ടുവന്നത് എന്ന് അത് ഞാനിത് വായിച്ചുള്ള അറിവാണ്. അന്ന് ഞങ്ങൾക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു കൊല്ലത്തുനിന്ന് ഇറങ്ങുന്നത്, കേരളം എന്ന് പറഞ്ഞു. എന്തായാലും അന്വേഷണ സംഘം ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. അതായത് നീലഗിരിയിൽ വെച്ച് കാണാതായ ഡെക്കോട്ട വിമാനത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 500 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. അതായത് അന്നത്തെ കാലത്ത് 500 രൂപ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഒരു എമൗണ്ട് തന്നെയാണ്. അത്തരത്തിൽ അറിയിപ്പുകൾ നൽകുകയും ഒപ്പം തന്നെ നോട്ടീസുകൾ അടിച്ചിറക്കി അത് നീലഗിരി മലനിരകളിൽ ആകെ പറത്തിവിടുകയും ചെയ്തു. എന്തായാലും ദൗത്യ സംഘത്തിന്റെ ആ ഒരു ആശയം വിജയം കണ്ടു. യെസ്, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് കീഴ് കോത്തഗിരിയിലാണ് കേട്ടോ. അതായത് കോത്തഗിരിയിൽ നിന്ന് നമ്മൾ കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ കൈകാട്ടി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ഏകദേശം റൈറ്റ് തിരിഞ്ഞിട്ട് വേണം ഇവിടത്തേക്ക് എത്താനായിട്ട്. നമ്മുടെ കോത്തഗിരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്ററാണ് നമുക്ക് ഈ കീഴ് കോത്തഗിരിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കീഴ് കോത്തഗിരിയിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ഫസ്റ്റായിട്ട് നമ്മൾ ഇത്രയും ദിവസം അന്വേഷിച്ചിരുന്ന ആ ഫ്ലൈറ്റിനെ കുറിച്ചിട്ട് ആദ്യമായിട്ടൊരു ഹിൻഡ് കിട്ടുന്നത്. ഈ കീഴ് കോത്തഗിരിയിലുള്ള കുട്ടപ്പ കറുപ്പ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് വാച്ചർ, അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു, ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു സൗണ്ട് ഇവിടെ കേട്ടു, ഈ കീഴ് കോത്തഗിരിയുടെ ഭാഗത്ത് കണ്ടു എന്ന് ആദ്യമായിട്ട് ഒരു ഹിൻഡ് കൊടുത്തത് ഇദ്ദേഹമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോത്തഗിരിയിൽ നിന്നും 13 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കേഴ്സൺ എസ്റ്റേറ്റിലാണ്. ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻഫോർമേഷൻ ലഭിച്ചത് ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറുടെ കയ്യിൽ നിന്നായിരുന്നു. അദ്ദേഹം തൻ്റെ ബൈനാക്കുലറിലൂടെ രംഗസ്വാമി മലയുടെ താഴ്വാരത്ത് ചില മൃതദേഹങ്ങൾ കണ്ടു എന്നുള്ളതായിരുന്നു ആ വിവരം. ഇതുകൂടാതെ തന്നെ ഈ പാരിതോഷികം പ്രഖ്യാപിച്ചപ്പോൾ നിരവധി പേർ പല ഊഹാപോഹങ്ങളുമായിട്ട് അവിടെ എത്തിയിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഇവരുടെ 2 പേരുടെയും ഇൻഫോർമേഷനാണ് ഉദ്യോഗസ്ഥർ മുഖവരയ്ക്കെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു നിഗമനത്തിലെത്തുന്നു. അതായത് കേഴ്സൺ എസ്റ്റേറ്റിനും കീഴ് കോത്തഗിരിക്കും ഇടയിലുള്ള രംഗസ്വാമി മലയുടെ താഴ്വാരങ്ങളിൽ എവിടെയോ ഈ വിമാനം തകർന്ന് വീണിട്ടുണ്ടാകാം. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികം താമസിയാതെ തന്നെ അവിടേക്ക് പുറപ്പെടാനായിട്ടുള്ള ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ നിയമിക്കുന്നു. ചെങ്കുത്തായ മലനിരകൾ ഇറങ്ങി വേണം അവിടേക്ക് എത്തിച്ചേരാൻ. നിരവധി വന്യമൃഗങ്ങളും ഇഴജന്തുക്കളുമുള്ള കാനന പാതയിലൂടെ വേണം സഞ്ചരിക്കാൻ. പുൽമേടുകളും തോടുകളും വെള്ളച്ചാട്ടങ്ങളും അഗാധമായ ഗർത്തങ്ങളും താണ്ടി വേണം അവിടെ എത്തിച്ചേരാനായി. ഇതിനെല്ലാത്തിനും പുറമെ അവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടത്തേക്ക് പോകാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നീണ്ട മണിക്കൂറുകളുടെ മലയിറക്കത്തിനും കാടിറക്കത്തിനും ഒടുവിൽ ദുർഘടമായ പല പാതകളും പിന്നിട്ട് അവർ അവിടേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയ ഉദ്യോഗസ്ഥരെ കാത്തിരുന്നത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ചിന്നിച്ചിതറിയും കത്തിക്കരിഞ്ഞും പല വന്യമൃഗങ്ങളും ഭക്ഷിച്ചതും പക്ഷികൾ കൊത്തിയ നിലയിലും ആകെ വികൃതമായ കുറേ ബോഡി പാർട്സാണ് അവർക്കവിടെ കാണാൻ സാധിച്ചത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ പോലും ജീവനോടെ ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരാഴ്ച പിന്നിട്ടതുകൊണ്ട് തന്നെ ആ മൃതദേഹങ്ങളെല്ലാം അഴുകിയ നിലയിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങളെ തിരിച്ചറിയാൻ പോലും നിർവാഹമില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ കഥയുടെ പുറകെ ഇറങ്ങി പുറപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ 3 ലക്ഷ്യങ്ങളായിരുന്നു. ഒന്ന്, ഈ വിമാനം തകർന്ന് വീണ ആ ആത്മാക്കൾ ഉറങ്ങുന്ന ഭൂമിയിൽ എത്തിച്ചേരുക എന്നുള്ളത്. പല പ്രാവശ്യം അതിനായിട്ട് ട്രൈ ചെയ്തെങ്കിലും അവസാനം എനിക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ ഡോക്യുമെൻ്ററി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഈ ഫ്ലൈറ്റിൻ്റെ അവശിഷ്ടങ്ങൾ അന്വേഷിച്ച് കൂനൂരിൽ നിന്നും 4 ബാങ്ക് ജീവനക്കാർ അവിടേക്ക് ഇറങ്ങി പുറപ്പെട്ടെങ്കിലും പിന്നീട് അവർ തിരിച്ചു വരികയുണ്ടായില്ല. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ കഥയിലെ ഒരു കഥാപാത്രത്തെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഇമ്പോസിബിൾ ആണെന്നറിയാം, കാരണം 20 പേരും മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാലും എൻ്റെ മനസ്സിൽ എവിടെയോ തോന്നി ഈ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഈ കഥ കേൾക്കാൻ കാത്തിരിക്കുന്ന, ആ പാറ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യഹൃദയം ഈ ലോകത്ത് എവിടെയോ ഉണ്ടെന്നുള്ളത്. ഒടുവിൽ അതിനും അവസരമൊരുങ്ങി 40 വർഷമായി മുംബൈയിൽ സെറ്റിൽ ചെയ്തിരുന്ന എൻ്റെ കഥയിലെ ആ കഥാപാത്രത്തെ 2024 പ്രകൃതി തന്നെ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ പേര് ജേക്കബ് ലൂക്കോസ്. എൻ്റെ പിതാവ് 1950 ഡിസംബർ 13
നീലഗിരി വെച്ചുണ്ടായ പ്ലെയിൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അന്ന് എനിക്ക് 4 വയസ്സ് പ്രായമുണ്ട്. അത് ഇന്ത്യയിലെ 2ാമത്തെ പ്ലെയിൻ ആക്സിഡൻറ്റാണ്. അന്ന് എയർ ഇന്ത്യ മാത്രമേ ഉള്ളൂ, അതും ഡക്കോട്ട പ്ലെയിൻ മാത്രമേ ഉള്ളൂ. ആ പ്ലെയിനിൽ 20 പേർക്കേ അതിൻ്റെ കപ്പാസിറ്റി ഉള്ളൂ. ഈ ആക്സിഡൻ്റ് ഉണ്ടായത് നീലഗിരി മലയിൽ വെച്ചാണ്. അത് ഡിസംബർ ആയതുകൊണ്ട് നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. ആ മൂടൽമഞ്ഞിനകത്തൂടെ കോയമ്പത്തൂർ എയർപോർട്ടിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യാനായിട്ട് പൈലറ്റ് അതിന് ശ്രമിക്കുമ്പോഴാണ് ഈ പ്ലെയിന് മലയിലുള്ള ഒരു പാറയിലോ അതോ വൃക്ഷത്തിലോ മറ്റോ തട്ടി പ്ലെയിൻ അവിടെ ആക്സിഡൻ്റ് ആയത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഈ 20 പേരുടെ മരണത്തിനിടയാക്കിയ ആ വിമാനമിടിച്ച പാറ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അത് റിസർവ് ഫോറസ്റ്റിനുള്ളിലാണ്. അതുപോലെ തന്നെ മലമടക്കുകൾക്കിടയിലായതുകൊണ്ട് അത് കാണാനും സാധ്യമല്ലായിരുന്നു. എന്നാലും ഇവിടം വരെ കൊണ്ടെത്തിച്ച പ്രകൃതി എനിക്ക് അതിനും ഒരു വഴി ഒരുക്കി തന്നു. കീഴ്കൊത്തഗിരി, സോളൂർ മട്ടം, അതാണ് റൂട്ട്. അവിടെ പോയി ചോദിച്ചാൽ മലയെ കാട്ടും. ഓ, രംഗസ്വാമി മലയിൽ പോയാൽ കാണാൻ പറ്റും. അവിടെയാണ് ശരിക്കും ഉള്ളത്. അവിടെ നിന്ന് ചോദിച്ചാൽ അവിടെ അത് വലിയ കാട്ടും. പിന്നെ അവിടെ നമുക്ക് നോക്കാം. അതായത് വർഷത്തിൽ 4 ശനിയാഴ്ചകളിൽ മാത്രം തുറക്കുന്ന രംഗസ്വാമി മലയുടെ മുകളിലെ ഗിരിരംഗരാമർ കോവിൽ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കുമെന്നറിയുകയും അതിനുവേണ്ടി 2023 ട്രൈ ചെയ്യുകയും 2ാമത്തെ തവണ എനിക്കത് സാധ്യമാവുകയും ചെയ്തു. എന്ത് കാര്യം നമ്മൾ അതിയായി ആഗ്രഹിച്ചാലും അതിനുവേണ്ടി പരിശ്രമിച്ചാലും അറ്റ്ലാസ്റ്റ് നമ്മളെല്ലാം എത്തിച്ചേരും കേട്ടോ. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളെ കൺക്ലൂഷനിലെത്തി. ആ സ്ഥലം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഒരുപാട് ടോട്ടലി ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റി. അതുപോലെ തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റി. ആ സ്ഥലം ഇനി നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ചിലപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ആ ഫ്ലൈറ്റ് ക്രാഷിൽ ഉണ്ടായിരുന്നവരുടെ റിലേറ്റീവ്സൊക്കെ കാണും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാനാട്ടോ. നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ കോത്തഗിരിക്ക് സമീപത്തായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രംഗസ്വാമി മലയിലെ പാറക്കെട്ടുകളിലാണ് ഈ വിമാനാപകടം നടന്നിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു വലിയ പാറയിലാണ് വിമാനം ഇടിച്ചത് എന്നാണ് വർഷങ്ങളുടെ അന്വേഷണത്തിനൊടുവിൽ ഈ നാട്ടുകാരിൽ നിന്നൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ പാറയിലേക്ക് ഇടിച്ചിട്ട് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. വേറെന്തെങ്കിലും പറയാനുണ്ടോ സാർ? ഇല്ലില്ല, എനിക്ക് ശബരിയോട് ഒരു നന്ദി പറയണോ? അത്രേ അത് പിന്നെ പറയാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ദിവസം പെട്ടെന്ന് ശബരിയുടെ ഒരു കോള് വന്നതും ഞാനങ്ങ് സർപ്രൈസായിപ്പോയി. ഇവിടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആരായി തന്നെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതെന്ന് ഓർത്ത്. പിന്നെ ശബരിയുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ ശബരിക്ക് പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെന്നുള്ളതും ഇതേക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം ഇങ്ങനൊരു തമ്മിൽ കാണാൻ ഇടയായി. എനിക്ക് ശബരിയോടുള്ള എല്ലാ നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. മുമ്പോട്ടുള്ള എല്ലാ ഉദ്യമങ്ങൾക്കും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആത്മാക്കളുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തി കാരണമാണ് എനിക്ക് ഈ കഥ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. എല്ലാത്തിനുമുപരി എന്നോ എൻ്റെ വരവിനായി കാത്തിരുന്ന ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. യാത്ര എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ചിത്രം എടുക്കുന്നതോ ഒരു വീഡിയോ എടുക്കുന്നതോ മാത്രമായിരുന്നില്ല. ആ സ്ഥലത്തെക്കുറിച്ച് കൂടി അറിയുക, അപ്പോഴാണ് ആ യാത്ര പൂർണ്ണമാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.